5 വർഷം മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിനു സമീപം അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയ വർഗീയ ശക്തികൾ ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഇരുളിന്റെ മറവിൽ കത്തിയെടുത്തു. വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്ത അഭിമന്യുവിന്റെ ജീവനെടുത്തത് SDPI ക്യാമ്പസ് ഫ്രണ്ട് ക്രിമിനലുകളായിരുന്നെങ്കിൽ ബുധനാഴ്ച രാത്രി ഫ്രട്ടേണിറ്റി എന്ന വർഗീയ സംഘടനയിലുള്ളവർ KSU സഹായത്തോടെയാണ് SFI യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ നാസറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നാസറിന്റെ കഴുത്തിനു നേരെ വെട്ടി തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. നവാഗതരെ വരവേൽക്കാൻ ക്യാമ്പസിൽ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ 2018 ജൂലൈ 2 പുലർച്ചെയായിരുന്നു അഭിമന്യുവിനെ വർഗീയ ശക്തികൾ കൊലക്കത്തിക്ക് ഇരയാക്കിയത്. കോളേജിന്റെ കിഴക്കേ കവാടത്തിൽ വർഗീയത തുലയട്ടെ എന്ന് മുദ്രാവാക്യം എഴുതുമ്പോൾ SDPI ക്യാമ്പസ് ഫ്രണ്ട് തീവ്രവാദികൾ സംഘടിച്ചെത്തി അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തി. SFI ജില്ലാ കമ്മിറ്റി അംഗവും കോളേജിലെ NSS വളണ്ടിയർ സെക്രട്ടറിയുമായിരുന്നു അഭിമന്യു. SFI പ്രവർത്തകരും അഭിമന്യുവിന്റെ സുഹൃത്തുക്കളുമായ വിനീതിനെയും അർജുനെയും കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ക്യാമ്പസുകൾ മാത്രമല്ല, സമൂഹമാകെ ഈ കൊലപാതകത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചതോടെ SDPI ക്യാമ്പസ് ഫ്രണ്ടുകാർ ഒറ്റപ്പെട്ടു. ഇതോടെ അവർ ക്യാമ്പസുകളിൽ നിന്ന് വലിഞ്ഞെങ്കിലും വീണ്ടും കൊലക്കത്തിയുമായി ഇറങ്ങി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായ ഫ്രട്ടേണിറ്റി കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മഹാരാജാസിൽ KSUവിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടെ മത്സരിച്ചെങ്കിലും സ്വാധീനമുറപ്പിക്കാനായില്ല. ഇതിൽ പ്രകോപിതരായി ഏതാനും മാസങ്ങളായി അവർ ക്യാമ്പസിൽ കലാപത്തിന് ശ്രമിക്കുകയായിരുന്നു. ബുധനാഴ്ച ഹാജറിന്റെ പേര് പറഞ്ഞ് ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ കയ്യേറ്റം ചെയ്തു. അന്നു രാത്രി തന്നെ അബ്ദുൽ നാസറിന് നേരെ അവർ കൊലക്കത്തിയെടുത്തു. പഴയ ക്യാമ്പസ് ഫ്രണ്ടുകാരെല്ലാം ഇന്ന് ഫ്രട്ടേണിറ്റി എന്ന വർഗീയ സംഘടനയിലാണ്. എല്ലാ വിദ്യാർത്ഥി കൂട്ടങ്ങളെയും ഭിന്നിപ്പിക്കുകയും വ്യത്യസ്തതകളെ വെറുപ്പോടെ കാണുന്നതുമാണ് ഫ്രട്ടേണിറ്റിയുടെ പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് തന്നെ SFI എന്നും ശത്രുപക്ഷത്തുമായി. വിഭജന സിദ്ധാന്തക്കാർക്കെതിരെ SFIയോടൊപ്പം വിദ്യാർത്ഥികൾ ഒന്നാകെ അണിനിരന്നു. ഈ പകയിലാണ് അഭിമന്യുവിനെ ആവർത്തിക്കാൻ വർഗീയ ശക്തികൾ കൊലക്കത്തിയുമായി വീണ്ടും കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് എത്തിയത്.